ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഞാൻ ഷീഷൽസിലേക്ക് എൻ്റെ ഹസ്ബൻഡ് അടുത്ത് നിൽക്കാൻ പോവാണ് ഒരു 3 മന്ത്സിന് വേണ്ടിയിട്ട്. അപ്പോൾ വിസിറ്റിംഗ് വിസയ്ക്ക് പോവാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ ഉണ്ണിക്ക് വേണ്ടിയിട്ടും എന്തൊക്കെ പാക്ക് ചെയ്തു എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ വന്നത്. എനിക്ക് രണ്ട് ലഗേജാണ് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ കൊണ്ടുപോകാത്ത ബാഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബാഗേജ് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആ 2 ബാഗേജിൽ എനിക്ക് 23 വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും. 23 kg വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ എനിക്കും ഉണ്ണിക്കും വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു ബാഗിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. അത് 30 kg വരെ കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗാണ്. പക്ഷേ ഞാനത് 23 ഒതുക്കും. പിന്നെ എൻ്റെ ഹസ്ബൻഡും പിന്നെ അവിടെ എൻ്റെ ഹസ്ബൻഡും കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേറെ ഒരു സെപ്പറേറ്റ് ബാഗിൽ പാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലും പിന്നെ കുറച്ച് ഡയപ്പേഴ്സാണ് അതിൽ കയറാൻ പോകുന്നത്. വേറെ ഒന്നും അതിൽ കയറില്ല. ഉണ്ണിയുടെ എൻ്റെ എന്തൊക്കെ സാധനങ്ങൾ ഞാൻ ബാഗിൽ പാക്ക് ചെയ്തൊന്നും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനൊരു 3 മന്ത്സിന് വേണ്ടിയിട്ടല്ലോ പോകണം. അപ്പോൾ ഞാൻ 2 ഇത് വെച്ചിട്ടുണ്ട്, 2 ടവൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സ്കേർട്ട്സ് വെച്ചിട്ടുണ്ട്, 2 സ്കേർട്ട് പോലെ. ഇത് ഒറിജിനൽ സ്കേർട്ട് തന്നെയാണ്. ഇതൊരു പാൻറ് സ്കേർട്ട് ടൈപ്പ് ഓഫ് സ്കേർട്ട് തന്നെയാണ്. അപ്പോൾ അതാണ് ഞാൻ 2 സ്കേർട്ട് വെച്ചേക്കുന്നത്. കുറച്ച് ബീച്ചി ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ടാണ് 2 സ്കേർട്ട് വെച്ചിട്ടുണ്ട്. 2-3 പാൻറ്റ്സ് വീടിൻ്റെ ഉള്ളിൽ ഇടാനും അങ്ങനെയൊക്കെ ആയിട്ട് പാൻറ്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ സിമിലർലി 2 അതുപോലെ തന്നെ പാൻറ്റ് വെച്ചിട്ടുണ്ട്. ഇനി 2 പാൻറ്റും കൂടി ഇതിൽ വെക്കാനുണ്ട്. അപ്പോൾ അത് വാഷ് ചെയ്തിട്ടിട്ട് അപ്പോൾ അതും കൂടി ഒന്ന് വെക്കണം. പിന്നെ ടോപ്പുകൾ ഞാൻ കുറച്ച് കൊണ്ടുപോകുന്നുണ്ട്. കുറച്ച് വീട്ടിലിടാനും പുറത്തിടാനും ഒക്കെ ആയിട്ട് കുറച്ച് ടോപ്പുകൾ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് എക്സ്ട്രാ ടോപ്സ് വയ്ക്കുന്നുണ്ട്, ജസ്റ്റ് പുറത്തിടാനായാലും വീട്ടിലിടാനായാലും ഇടാലോ വെച്ചിട്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ എനിക്ക് പേഴ്സണലി ഇടാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത്. ഇടാനും വേണ്ടിയിട്ട് എനിക്ക് പേഴ്സണലി കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇത്രയേ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് 3 മന്ത്സ് ആണല്ലോ. അപ്പോൾ കുറച്ച് അത്യാവശ്യം ഡ്രസ്സ് കുറച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഷോർട്ട് ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ ആ ഡ്രസ്സ് ദിവസത്തിനനുസരിച്ച് എണ്ണി വെച്ചാൽ മതി. കുട്ടികളാകുമ്പോൾ കുറച്ച് കൂടുതലും വയ്ക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നെക്സ്റ്റ് ഉണ്ണിക്ക് വേണ്ടി എന്തൊക്കെ കൊണ്ടുപോകണം നോക്കാം. അപ്പോൾ എൻ്റെ ഈ സൈഡ് ബാഗ് പാക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ എല്ലാ ഡ്രസ്സുകളും ഇന്നേഴ്സും തോർത്തും എല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ എൻ്റെ ടോയ്ലറ്ററീസ് എന്ന് വെച്ചാൽ ഷാംപൂ, കണ്ടീഷണർ, അങ്ങനെ എന്തെങ്കിലും എനിക്ക് എണ്ണ, തലയിൽ തേക്കാനുള്ള എണ്ണ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഞാനൊക്കെ സെല്ലോ ടേപ്പ് വെച്ച് സീൽ ചെയ്തിട്ടാണ് ഓരോന്നാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫുൾ അതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഹെയറിന് കണ്ടീഷണറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞാൽ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും മേക്കപ്പ് സാധനങ്ങൾ എനിക്ക് വേണം, അതൊക്കെ ഇതിലുണ്ട്. പിന്നെ എനിക്ക് വരുന്ന ഡ്രസ്സുകളും ഞാനിപ്പോൾ കാണിച്ചു തന്നതൊക്കെ ഞാൻ ഇതിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡ് ഏകദേശം ഫുള്ളായിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുഞ്ഞിയുടെ കളിപ്പാട്ടങ്ങളുണ്ട്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ ഇവിടെയായിട്ട് സോപ്പും അങ്ങനെ കുത്തി കയറ്റും. അപ്പോൾ അത് ഒന്നങ്ങനെ പൊട്ടൂല. അതൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റി വെക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇങ്ങനെ കയറ്റും. അത്രയും ഞാൻ ഈ സൈഡിൽ വെക്കുന്നുള്ളൂ. പിന്നെ ഇനി അടുത്ത സൈഡ് ഞാൻ ഉണ്ണിയുടെ സാധനങ്ങൾ വെച്ചിട്ട് അതും ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് വെക്കുന്നതെന്ന്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഉണ്ണിക്ക് വേണ്ടിയിട്ട് കുറച്ച് അണ്ടർവെയർ പോലെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഞാൻ അത് നമുക്ക് എവിടെ വേണമെങ്കിലും പോകുമ്പോൾ ഒക്കെ ഇട്ട് കൊടുക്കാം. ടോപ്പിൻ്റെ ഒക്കെ അടിയിൽ ഇട്ട് കൊടുക്കാൻ വെച്ചിട്ടാണ്. പിന്നെ ഞാൻ കുറച്ച് ഞാൻ മോസ്റ്റ്ലി റിയൂസബിൾ ഡൈപ്പേഴ്സാണ് യൂസ് ചെയ്യാറ്. നൈറ്റ് ടൈം ആയാലും മോർണിംഗ് ടൈം ആയാലും ഇടയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ റിയൂസബിൾ ഡൈപ്പറാണ് കുറച്ച് കൂടുതൽ കൊണ്ടുപോകുന്നത്. എൻ്റെ ഉണ്ടായിരുന്നതും നല്ലത് നോക്കിയിട്ടും പിന്നെ എക്സ്ട്രാ ഞാൻ കുറച്ച് എണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ആദ്യം ഇത് അത്യാവശ്യം ഉണ്ട് 1-2 9-10 പീസ് ഉണ്ടാവും, അത് വെക്കുന്നുണ്ട്. പിന്നെ അതിന് ഉള്ളിൽ വെക്കുന്ന പാഡിങ് ഉണ്ടല്ലോ, അതിൽ നിന്ന് എക്സ്ട്രാ ഒരു 3 പാഡിങ് വെച്ചിട്ടുണ്ട്. ഇതൊരു നൈറ്റ് സൂട്ട് പോലത്തെ ഡ്രസ്സാണ്, പുറത്തേക്ക് ഇട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഒരു 4-5 ബർമുഡ പോലെ ഒരു ലൈക്ക് ഇതാണ്. ഞാൻ മോസ്റ്റ്ലി ബീച്ചി പ്ലേസസ് ആണല്ലോ, അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുള്ളൂ. പിന്നെ ഒരു സ്കേർട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 ടോപ്പ് പോലത്തെയും പിന്നെ റോംപ്പർ പോലത്തെ ഒക്കെ ആയിട്ടുള്ള ഒരു 3 ഡ്രസ്സ് പോലെ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഈ ഒരു ലൈക്ക് അണ്ടർവെയർസ് ഇടാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ടോപ്പുകളാണ്. ഫുൾ സ്ലീവ് ഉണ്ട്, പിന്നെ ഫുൾ സ്ലീവ് അല്ലാത്തതും ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. നമുക്ക് ഈ ഹാൻഡ്സ് ഇത്ര വരുന്നതും ഉണ്ട്, ഒരു ഫുൾ സ്ലീവ് ആയിട്ടുള്ള വരുന്നതും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ അത് അത്യാവശ്യം, അപ്പോൾ അത് ഒരു അത്യാവശ്യം എടുത്തിട്ടുണ്ട്. പിന്നെ അവളുടെ ബർത്ത്ഡേ ഈ ഒരു ടൈമിലാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഡ്രസ്സും എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഉണ്ണിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്.
പിന്നെ ഇതൊക്കെ വെക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ ഒരു സാൻഡിലും വെക്കുന്നുണ്ട്. എനിക്കൊരു സാൻഡിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും വെക്കുന്നുണ്ട്. പിന്നെ അവൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാൻഡിൽസ് ഉണ്ട് അവളുടെ, അതും ഒരു ലൈക്ക് ഒരു ഷൂ പോലത്തെ ഒരു ഇതുണ്ട്, അതും ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെക്കും. പിന്നെ അത് കൂടാണ്ട് ഓൾറെഡി അവൾക്കൊരു ഷൂവും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും ഇട്ടിട്ട് പോവും, എയർപോർട്ടിൽ ഇട്ടിട്ട് കൊണ്ടുപോകാനാണ്. ബാക്കി എക്സ്ട്രാ വരുന്ന 2 പെയർ എക്സ്ട്രാ ഷൂസും ഒരു ഷൂവും ഒരു സാൻഡിലും ഞാൻ ഇതിൽ വെക്കും. എൻ്റെ ഒരു സാൻഡിലും ഇതിൽ വെക്കുന്നുണ്ട്, ഞാനും ഷൂ ആണ് ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ തൽക്കാലം ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും എനിക്ക് ആവശ്യം വരും തോന്നുകയാണെങ്കിൽ ഞാൻ ഇടും. സോ ഞാൻ റീയൂസബിൾ ഡയപ്പറൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഒരു 3 നെക്സ്റ്റ് ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ ഞാൻ ഓരോന്നായിട്ട് വെച്ചിട്ടുണ്ട് ബേബിക്ക്. അവിടെ അത്യാവശ്യം വരുന്ന സാധനങ്ങൾ വെച്ചാൽ ബേബി പൗഡറും ബേബി ഓയിലാണ്. ബേബി ഓയിലും ബേബി ലൈക്ക് ലോഷനും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ മുകളിലത്തെ ഭാഗത്ത് ഫുള്ളായിട്ട് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സെല്ലോ ടേപ്പ് വെച്ചിട്ട്. പിന്നെ ഇനി ഇതിൽ ഞാനിങ്ങനെ ഒരു സീൽഡ് പാക്കിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു റീസൺ വന്നാൽ അത് ലീക്ക് ആവുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഉള്ളിലേ പോകുള്ളൂ, പുറത്തേക്ക് പോലും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ മറ്റേ ഇതും കൂടി വന്നു കഴിഞ്ഞാൽ ഇതും കൂടി വെക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഞാൻ വെക്കുന്നത് ഒരു ടർക്കി പോലെ വെക്കുന്നുണ്ട്, അത് അവിടെ പോയി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ സ്പില്ലായാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് നമുക്ക് അത് വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഞാൻ 2 ടവലും ഇതുപോലെ തന്നെ ഒരു ടർക്കി എൻ്റെ ക്യാരി ഓൺ നമ്മൾ ഉള്ളിൽ കൊണ്ടുപോകില്ലേ ക്യാബിൻ്റെ ഉള്ളിൽ, അപ്പോൾ ആ ബാഗിലും വെക്കുന്നുണ്ട്. പിന്നെ 2 വൈപ്സിൻ്റെ പാക്കറ്റ് വെച്ചിട്ടുണ്ട്. അധികം വൈപ്സ് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല, എന്നാലും നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യം വരുമല്ലോ, അപ്പോൾ അത് കാരണം 2 വൈപ്സ് വെച്ചിട്ടുണ്ട്. യൂഷ്വലി നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഇത്ര സാധനങ്ങൾ കൊണ്ടുപോകാറില്ല. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ നമ്മൾ പോകുന്നത് അങ്ങനത്തെ ഒരു പ്ലേസിലാണ്, അപ്പോൾ അധികം അത്ര അങ്ങനെ സാധനങ്ങളൊന്നും അങ്ങനെ കിട്ടുന്ന സ്ഥലമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയേ പറ്റുള്ളൂ. പിന്നെ വേണമെങ്കിൽ പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് വാങ്ങാമെന്നല്ലാണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എപ്പോഴും എല്ലാം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്നത്. പിന്നെ ഞാനൊരു എക്സ്ട്രാ ടർക്കി പോലെ കൊണ്ടുപോകുന്നുണ്ട്. ഉണ്ണിയുടെ അടിയിൽ കിടക്കുന്ന കിടക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ഉണ്ണീനെ അടിയിൽ കിടത്തി ഉറക്കാനോ അങ്ങനെ അല്ലെങ്കിൽ പൊതിച്ച് കൊടുക്കാനോ ഒക്കെ ആയിട്ട് ഈ ഒരു ടർക്കി ആകുമ്പോൾ അത്യാവശ്യം വലിയൊരു ടർക്കിയാണല്ലോ, അപ്പോൾ ഒരു തിക്കായിട്ടുള്ള ടർക്കി. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഉണ്ണിയുടെ സാധനങ്ങളെല്ലാം ആയിട്ടുണ്ട്. പിന്നെ ഇനി ഇതിൽ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജാക്കറ്റ് വെക്കുന്നുണ്ട്. ജാക്കറ്റ് ഒരെണ്ണം വൈറ്റ് ജാക്കറ്റാണ്, ഇതിപ്പം ഇസ്തിരി ഇടുന്ന നല്ല ഇതാവുള്ളൂ. പക്ഷെ എന്നാലും തൽക്കാലം ഒരു ജാക്കറ്റും വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല 2 പാൻറ്റും കൂടി വെക്കാനുണ്ട്, അത് ഈ 2 പാൻറ്റാണ്. ഞാനിപ്പോൾ പാൻസാണ് കൂടുതൽ ഇടാറ്. നമ്മുടെ ലെഗിൻസിനേക്കാളും എനിക്ക് കംഫർട്ടബിൾ ഇങ്ങനത്തെ പാൻറ്റ് ടൈപ്പ് ട്രൗസേഴ്സ് വരുന്നുണ്ട്, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉണ്ണിയുടെ സാധനങ്ങൾ. ഇനി ഇതിൽ കുറച്ച് ടോയ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ അവിടെ ഇവിടെ ആയിട്ട് വയ്ക്കാനും കുറച്ച് ടോയ്സ് വരുന്നുണ്ട്. അവൾക്ക് ഇങ്ങനെ പാത്രങ്ങളായിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടം, അപ്പോൾ അതൊക്കെ കുറച്ച് വരുന്നുണ്ട്, ഉണ്ടോ അങ്ങനത്തെ കുറച്ച് വരുന്നുണ്ട്. പിന്നെ അവളുടെ കുറച്ച് ഹെയർ ഇടുന്ന സാധനങ്ങളും പിന്നെ എനിക്കൊരു ഹാറ്റ് വെക്കുന്നുണ്ട്. അതുകൂടാണ്ട് അവൾക്കൊരു ഹാറ്റ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലും കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെക്കും. പിന്നെ ഇപ്പോൾ ഇതിൽ വരുന്ന എക്സ്ട്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡൈപ്പേഴ്സ് വരും കേട്ടോ, വേറെ ഒന്നും എക്സ്ട്രാ ആയിട്ട് ഇനി വരാനില്ല. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും എനിക്ക് ഓർമ്മ വരികയാണെങ്കിൽ ആ നേരത്തൊക്കെ വെക്കും. പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ വെക്കാനുണ്ട്. അതേപോലെ തന്നെ ഇനി എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി കുറച്ച് ടീഷർട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും പിന്നെ കുറച്ച് വേറെ ഡ്രസ്സുകളുണ്ട്. ഇതിൽ സ്ഥലം ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൽ കയറ്റും. കാരണം എനിക്ക് 23 kg കൊണ്ടുപോകാൻ പറ്റും, 23 kg ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അതും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെക്കും. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് നോക്കിയിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കും. ഡയപ്പർ എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്കും കുറച്ച് വെക്കും. അപ്പോൾ ഇത്രയും ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സൈഡ് വരുന്നത്. ഇതും കുറച്ച് അടിയിലേക്കായിട്ട് പോകുന്നു. ഇങ്ങനെ കയറ്റി വെക്കും, പുറത്തേക്ക് സ്റ്റിക്ക് ഔട്ട് ചെയ്ത് നിൽക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ 2-3 ടവൽ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോഴും ടവൽ ക്യാരി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ കുറച്ച് ഡയപ്പറും കൂടി വെച്ചാൽ റെഡിയാവും. ബാക്കി എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പാക്കിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ എനിക്ക് ഇതേ ഒരു സാധനങ്ങൾ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലും എൻ്റെ വീട്ടിലായിട്ട് ഒരു മാസമായിട്ട് നിൽക്കാറ്. അപ്പോൾ എനിക്ക് ഏകദേശം എനിക്ക് എന്തൊക്കെ ആവശ്യം വരും എന്നുള്ളത് അറിയാം. പിന്നെ ഇനി ഇതിൽ എക്സ്ട്രാ പോകുന്നത് ഉണ്ണിയുടെ പോട്ടി ചെയർ ഉണ്ട്, അത് ഇതിലേക്ക് പോകുന്നുണ്ട്. അത് മാത്രം എക്സ്ട്രാ ആയിട്ട് കയറുന്നുള്ളൂ, വേറെ ഒന്നും എക്സ്ട്രാ ആയിട്ട് കയറുന്നില്ല. അപ്പോൾ എന്തായാലും പിന്നെ എക്സ്ട്രാ സോക്സൊക്കെ ക്യാരി ചെയ്യാം കേട്ടോ. ഞാൻ എക്സ്ട്രാ സോക്സൊക്കെ എൻ്റെ ക്യാബിൻ ബാഗിലോ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിലൊന്നും കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് അടിച്ച് കൊടുക്കുക. ഇനിയും അതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി അടിയിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.